അസ്സലാമലൈക്കും. ഇതാണ് ഇബ്നു മെഡിക്കൽ സെൻ്റർ കമഞ്ചേരി. ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. കറക്റ്റ് ലൊക്കേഷന് ഇവിടെയാണ്, കാലിക്കറ്റ് റോട്ടിൽ മഞ്ചേരി. ഇതാ ഡിസൈനിൻ്റെ ഓപ്പോസിറ്റ്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നു. അവിടുത്തെ കളി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒക്ടോബർ 23 അപ്പോയിൻമെൻ്റ് എടുത്തു വാഫിദിൽ, ഇവിടെ ഇബ്നു മെഡിക്കൽ സെൻ്ററിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഒക്ടോബർ 29 പോയി മെഡിക്കലിന് പോയി. അന്ന് റിസൾട്ടൊന്നും തന്നില്ല. അങ്ങനെ വൈകുന്നേരമായപ്പോൾ എന്നോട് പറഞ്ഞു ഇക്രയിൽ പോയിട്ട് ഒരു CT സ്കാൻ എടുക്കണം, എന്തോ നിങ്ങൾ ഹാർട്ടിലൊരു ഓട്ടോ ഇടോട്ടോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഏകദേശം എല്ലാവരോടും അത് പറയുന്നുണ്ട്. ഞാൻ അവിടെ വരുന്ന ആൾക്കാരോടൊക്കെ അന്വേഷിച്ച് അങ്ങനെ ഞാൻ എന്താട്ടി, അവിടെ കൊരമ്പയിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അൽഷിഫുണ്ട്, മൗലാനുണ്ട്, മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉണ്ട്, ഇത്തരം രീതിയിലൊക്കെ പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. കോഴിക്കോട് ഇക്രയിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി. പിറ്റേന്ന് അവിടെ പോയി വന്നു. കോഴിക്കോട് പോയത് ഇക്രന്ന് ഞാനൊരു CT സ്കാൻ 1570 രൂപ കൊടുത്ത് അതിൻ്റെ ഫുള്ള് ഫയലുകളും ഡീറ്റെയിലുകളുമാണത്. ഇക്രയിൽ പോയിട്ട് CT സ്കാൻ കൊടുത്ത് അതിൻ്റെ ഡിസ്കും എല്ലാം മേടിച്ച് വന്ന് കാണിച്ചു. അങ്ങനെ അതിൻ്റെ റിപ്പോർട്ട് ഞാൻ അവർക്ക് അയച്ചു കൊടുത്ത് പറഞ്ഞു ചെറിയൊരു വിഷയം ഉണ്ടെന്ന് ഹാർട്ടിൽ. പക്ഷേ ഇത് ഞാൻ അതേപോലെ വേറൊരു മെഡിക്കൽ കോളേജിൽ അയച്ചു. ഈ റിപ്പോർട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഊട്ടി മെഡിക്കൽ കോളേജ്, നീലഗിരി മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടുത്തെ കാർഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് എക്കോ ടെസ്റ്റ്, ECG, അതുപോലെ തന്നെ ഇതെല്ലാം നുരയീരൽ, അതായത് അതിൻ്റെ ഉൾഭാഗത്തിലെ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഗവൺമെൻറ് ഡോക്ടർ പ്രൊഫസർ സീലടിച്ച് തന്നു, തമിഴ്നാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കാർഡിയോളജിസ്റ്റ്. അങ്ങനെ ഞാൻ അത് ഇവരെ കൊടുത്ത് കാണിച്ച്, എനിക്കൊരു വിഷയമല്ല, അതാ പറയുന്നത്, ആൾക്കൊരു കുഴപ്പമില്ല, ഫുള്ളെല്ലാം നോർമലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇത് നോക്കാൻ തന്നെ കൂട്ടാക്കിയില്ല. അങ്ങനെ ഞാൻ അവരോട് എന്നാലൊരു കാര്യം ചെയ്തോളൂ, വിസ അൺഫിറ്റ് ആക്കിക്കോളി എന്ന് പറഞ്ഞു. എൻ്റെ വിസ അൺഫിറ്റ് അടിക്കാൻ പറഞ്ഞു. കാരണം ഞാൻ ആരോഗ്യവാനല്ലല്ലോ. അൺഫിറ്റ് അടിച്ച് കഴിഞ്ഞാൽ സൈറ്റിൽ അത് കയറും, എനിക്ക് പിന്നെ ഗൾഫിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് അൺഫിറ്റ് ആക്കിയാൽ മതി, സംഗതി കുഴപ്പമില്ല. എന്താ എൻ്റെ കഫീലിന് നമുക്ക് റിപ്പോർട്ട് കൊടുക്കാമല്ലോ. അൺഫിറ്റ് ആക്കാൻ പറഞ്ഞിട്ട് ഇവർ അൺഫിറ്റ് ആക്കണില്ല. കാരണം എന്താ വെച്ചാൽ അൺഫിറ്റ് ആക്കിയ സൈറ്റിൽ കയറി അവർക്ക് കാശ് അടിച്ച് മാറ്റാൻ പറ്റില്ല. എന്നോട് വേറെ എവിടെയെങ്കിലും പോയിട്ട് മെഡിക്കൽ എടുത്ത് നോക്കാനാണ് പറഞ്ഞു. വേറെ എവിടെയെങ്കിലും പോയി മെഡിക്കൽ എടുത്ത് കഴിഞ്ഞാൽ ഈ ഹോട്ടലിലാതാവുമോ? അപ്പോൾ ഇത് അധികം ആൾക്കാരോട് അവർ പറയുന്നുണ്ട് ഈ സംഭവം. അങ്ങനെ ഞാൻ അവരോട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ, അതായത് പിന്നെ ഞാൻ കുവൈത്തിൽ കുറേ വർഷങ്ങളായിട്ടുള്ള ആളായിരുന്നു. ഞാൻ വിവരങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് അൺഫിറ്റ് അടിച്ച് എനിക്ക് റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ, അൺഫിറ്റ് അടിച്ച റിപ്പോർട്ട് ഒന്നും ഞാൻ അവിടെ കോടതിയിൽ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചു. കാരണം ഒരു മെഡിക്കൽ ഓഫീസർ എനിക്ക് ഒരു ഹൃദയരോഗമില്ല എന്ന് ഫിറ്റ് ചെയ്ത് തന്ന് ഇവർ പറയാം ഒരു ഡോക്ടറിൻ്റെ പ്രശ്നമുണ്ട്, വേറെ സ്ഥലത്ത് പോയിട്ട് മെഡിക്കൽ എടുക്കണം, അതാണ് ഇവർ പറയുന്നത്. നമുക്കതിൻ്റെ ബില്ലോ മറ്റുള്ള റിപ്പോർട്ടോ ഒന്നും തരില്ല. അവിടെയാണ് അതിൻ്റെ കളി. ആ പൈസ 8500 രൂപയാണ് അതിന്. ആ പൈസ അവിടെ അടുത്ത് അങ്ങനെ 3-4 മെഡിക്കൽ എടുത്ത ആൾക്കാർക്ക് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. വേണമെങ്കിൽ ഡീറ്റെയിലൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് ഈ ഫയൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ അവരോട് ലാസ്റ്റ് സംസാരിച്ചു, മൊത്തം കാര്യങ്ങൾ സംസാരിച്ചു. ഈ കളി എന്നോട് നടക്കൂല, ഞാനിത് പരിചയമുള്ള ആളാണ്, വിസ ക്യാൻസൽ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ, അതിൻ്റെ വകുപ്പ് ഞാൻ നോക്കിക്കൊണ്ട്, എൻ്റെ സ്പോൺസർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, അവർ ഗാംകൻ്റെ മറ്റുള്ള കാര്യങ്ങൾ അവിടെ നോക്കിക്കോളും. ഒരു രോഗമില്ലാത്തവർക്ക് രോഗം ഉണ്ടെന്ന് പറഞ്ഞില്ല, റിപ്പോർട്ടുകളാണ് തന്നാൽ മതി, എനിക്കിങ്ങനെ രോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം കോടതിയിൽ നിന്ന് പറഞ്ഞപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഒരാഴ്ച വെയിറ്റ് ചെയ്ത് എനിക്ക് അത് ഒരു വിളിയൊന്നും വരാത്ത എനിക്ക് ആ സ്പോട്ടിൽ ഞാൻ ഫിറ്റായി. അപ്പോൾ തന്നെ ഞാൻ ഫിറ്റായി. എനിക്കിത് ആ ഫിറ്റ് അടിച്ചുകൊണ്ട് ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഫിറ്റായതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതാ. വിസ അടിച്ച് എല്ലാ പേപ്പറും കോടതിയിൽ ഫിറ്റാക്കി ഞാനൊരു ഫുൾ ആരോഗ്യവാനായി 5 മിനിറ്റ് കൊണ്ട്. ഞാനവിടെ സംസാരിച്ചു, ഞാൻ കോടതിയിൽ നിന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഫിറ്റ് കാണുന്നുണ്ടല്ലോ എല്ലാവരും അല്ലേ? അപ്പോൾ ഇതാണ് അവസ്ഥ. ഇബ്നു മെഡിക്കൽ സെൻ്ററിൽ പോകുമ്പോൾ സംസാരിക്കാൻ അറിയാതിരിക്കെ, അതുപോലെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ മെഡിക്കൽ സെൻ്ററിനെ കുറ്റം പറയില്ല. പോകുന്ന ആൾക്കാർ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എന്നാൽ കാശിന് കുറച്ച് ലാഭം കിട്ടും. ഇല്ലെങ്കിൽ 3-4 മെഡിക്കൽ കുവൈത്തിലോട്ട് എടുക്കേണ്ടി വരും. ഇതിന് പിന്നിൽ ഒരു ലോബി ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ കളക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വിവരങ്ങൾ ഞാൻ പുറത്തു വിടും. പിന്നെ ഒരു കാര്യം, ഇത് നമ്മൾ ആദ്യം പോയിട്ട് ഈ പേപ്പറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ പ്രൊസീജിയർ തന്നെ ആരംഭിക്കുള്ളൂ. ഇതിൽ എഴുതിയ കാര്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. നിങ്ങൾ ഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത കാശ് തിരിച്ചു ചോദിക്കുകയോ വല്ല റിപ്പോർട്ട് ചോദിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഫിറ്റ് അല്ലെങ്കിൽ, ഫിറ്റ് ആണെങ്കിൽ അവർ റിപ്പോർട്ട് തരും, ഫിറ്റ് നടിച്ച് തരുന്നു. പക്ഷേ നമ്മൾ ആരും ഫിറ്റ് ആവില്ല പെട്ടെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സൈറ്റിലും കയറില്ല. അഥവാ സൈറ്റിൽ അത് അൺഫിറ്റ് ആയിട്ട് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ വിസക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ അവസരം മുതലെടുത്തിട്ടാണ് അവിടെ കളികൾ നടക്കുന്നത്. എനിക്ക് അൺഫിറ്റ് ആയി കഴിഞ്ഞാൽ വിസ ക്യാൻസലായ വിഷയമല്ല, നിങ്ങൾ സൈറ്റിൽ അൺഫിറ്റ് അടിച്ച് കയറ്റിക്കോ, ഞാൻ ആരോഗ്യവാനല്ലെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 5 മിനിറ്റ് കൊണ്ട് അവർ ഫിറ്റ് ആക്കി തന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായിക്കൊല്ലോ. ഇതാണ് അവസ്ഥ. എനിക്കിതിന് നടന്നതിന് ഞാൻ ഊട്ടി, അതുപോലെ തന്നെ കോയമ്പത്തൂർ, അതുപോലെ വിംസ്, അതുപോലെ ഇക്ര, എന്നിങ്ങനെ 4-5 സ്ഥലത്തേക്ക് എനിക്ക് ഒരാഴ്ച ഫുള്ള് യാത്രാക്ഷീണമാണ്. ഒരുപാട് സാമ്പത്തികവും മാനസികവുമായ പ്രശ്നങ്ങൾ എനിക്കുണ്ടായി ഇതിൽ. അതുകൊണ്ട് ഞാൻ വരുന്ന 5 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നീക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ ഗൾഫ് പോക്ക് മുടങ്ങിയാലും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു കോംപ്രമൈസും ഇല്ല ഈ ആളെ പറ്റിക്കുന്ന പരിപാടിയിൽ. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് ഇൻഷാ അല്ലാഹ്.